മനുഷ്യൻ ഒതുക്കാൻ കഴിയാത്ത ആ വലിയ സമസ്യ ഇല്ലേ? പലരും നമ്മൾ കണ്ടിട്ടില്ലേ? കടയാണെങ്കിൽ കടയടച്ച് വീടടച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കയിൽ കിടക്കും, ഗേറ്റ് അടച്ചിട്ട് കിടക്കയിൽ കിടക്കാൻ കിടന്നു. അവരോട് പറയും, ഇടി നാളെ എന്നെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കണം പറയാറുണ്ട്. അല്ലെങ്കിൽ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. എന്താ, നാളെ എനിക്ക് മകളുടെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മകൻ്റെ കാര്യത്തിന് വേണ്ടി ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി, ബിസിനസിൻ്റെ കാര്യത്തിന് വേണ്ടി പോകണം. പല പ്ലാനിങ്ങുകളാണ്. എന്നാൽ നേരം വെളുത്തപ്പോൾ പ്രിയപ്പെട്ടവർ തൊട്ട് വിളിച്ചിട്ടും അലാറം അടിച്ചിട്ടും എഴുന്നേൽക്കാൻ കഴിയാതെ മരണത്തിന്റെ വസ്ത്രത്തിനകത്ത് അകപ്പെട്ടു പോയി. നമ്മളെക്കാളും വലിയവർ കേവന്മാർ, മിടുക്കന്മാർ. എങ്ങനെയൊരു നടന്നൊരു സംഭവം ചില നാളുകൾക്ക് മുമ്പ് 18 കളരി ക്യാഷാൻ ഒരു മനുഷ്യൻ, ആരെയും പേടിയില്ല, ഭയങ്കര ധൈര്യശാലി, ആരെ കണ്ടാൽ തന്നെക്കാൾ കേവലം തോന്നിനെ അടിക്കും. അങ്ങനെ ഒരു ദിവസം ടൗണിന്റെ ഒരു ഭാഗത്ത് ഇടന്നു വരുന്ന ടിപ്പർ ലോറികളൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് താൻ ആരെ ഉപദ്രവിക്കുക. അവൻ ടിപ്പർ ലോറിയിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്ന് തടഞ്ഞപ്പോൾ അവനെ അടിച്ചു. അങ്ങനെ ഒന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ രക്തം തളം കെട്ടി കിടക്കും, മാംസം കഷ്ണം കഷ്ണമായി മുറുങ്ങിക്കിടക്കും. എന്താ, ഈ 18 കളരി ക്യാഷാൻ എന്നെ കവിഞ്ഞ് ആരുമില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച മനുഷ്യൻ ടിപ്പർ ലോറി കയറി മരിച്ചു. സംഭവം എന്താണെന്ന് അറിയാമോ? ഈ മനുഷ്യൻ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടിപ്പർ ലോറി വന്ന് ബ്രേക്ക് പൊട്ടിപ്പോയി. ടിപ്പർ ലോറിക്ക് അറിയത്തില്ലല്ലോ ഇദ്ദേഹം 18 കളരിക്ക് ആശാനാണെന്ന്. ടിപ്പർ ലോറിക്ക് അറിയുന്നില്ല. ടിപ്പർ ലോറി വന്ന് കയറി ആളത്ത്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രിയരെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കഴിവ്, ഇതൊക്കെ മരണത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല. മരണത്തെ എനിക്ക് ഇഷ്ടമാകാൻ കാരണം മരണത്തിന് മുഖപക്ഷമില്ല. മരണത്തിന് മുഖപക്ഷമില്ല.